ആ നയരൂപീകരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്നത് അതിൻ്റെ സമ്മേളനങ്ങളിൽ വെച്ചാണ്. സ്വാഭാവികമായിട്ടും ഈ സമ്മേളനം നമ്മുടെ പാർട്ടിയുടെ ഭാവി പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള മാർഗരേഖ തയ്യാറാക്കും. ഇത്തവണ നമ്മുടെ പാർട്ടി സമ്മേളനങ്ങൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച നയസമീപനങ്ങൾ നടപ്പിലാക്കിയത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന മുഴുവൻ പാർട്ടി ഘടകങ്ങളിലും നടത്തിയതിനു ശേഷമാണ് ഭാവി പരിപാടികളെക്കുറിച്ചുള്ള രേഖ ചർച്ച ചെയ്യാൻ പോകുന്നത്. നേരത്തെ നമ്മൾ അത്തരമൊരു പരിശോധന പാർട്ടി കോൺഗ്രസിലാണ് നടത്തിയിരുന്നതെങ്കിൽ ഇത്തവണ പാർട്ടി കോൺഗ്രസിന് മുമ്പ് തന്നെ മുഴുവൻ പാർട്ടിക്കകത്തും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിൻ്റെ അനുഭവങ്ങളെ സൂക്ഷ്മ പരിശോധന നടത്തിക്കൊണ്ടാണ് പുതിയ മാർഗരേഖ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്തവണത്തെ നമ്മളെ പാർട്ടി സമ്മേളനങ്ങളും അതിന് തൊട്ടു മുമ്പുള്ള പാർട്ടി ഘടകങ്ങളിലെ ചർച്ചയും അതിപ്രധാനമാണ്. കാരണം നയരൂപീകരണ രേഖ, രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസിന് മുമ്പായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടി ഘടകങ്ങളിലും ചർച്ച ചെയ്യും. കഴിഞ്ഞ കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം നടപ്പിലാക്കിയതിൻ്റെ അനുഭവം കൂടി ചർച്ച ചെയ്യും. അതിൻ്റെ കൂടെ സംഘടനാപരമായിട്ടുള്ള പാർട്ടി തീരുമാനങ്ങളുടെ നടത്തിപ്പിൻ്റെ അനുഭവങ്ങളും കൂടി ചർച്ച ചെയ്തുകൊണ്ട് പൂർണ്ണ ജനാധിപത്യ ഉള്ളടക്കത്തോടു കൂടിയാണ് CPIM അതിൻ്റെ ഈ പാർട്ടി സമ്മേളനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ മറ്റു പാർട്ടികളെപ്പോലെയല്ല, എല്ലാ ഘടകങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അടിസ്ഥാന ഘടകമായ ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയാണ്. പിന്നീട് അവിടുന്ന് മേലോട്ടുള്ള എല്ലാ ഘടകങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റികളും അതിൻ്റെ എക്സിക്യൂട്ടീവും അതിൻ്റെ സെക്രട്ടറിയും എന്നുള്ള നിലയ്ക്ക് ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെ കേന്ദ്ര കമ്മിറ്റി വരെ കൃത്യമായ തിരഞ്ഞെടുപ്പിലൂടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ ഉള്ളടക്കമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ സജീവമായ ജനാധിപത്യ പ്രക്രിയ, എല്ലാ തലത്തിലുമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി, എല്ലാ തലത്തിലുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ രൂപീകരിക്കപ്പെടുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട്, ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് പ്രാവർത്തികമാക്കി ഇന്ത്യയിലെ അതിദരിദ്ര ജനവിഭാഗത്തിൻ്റെ ആത്മവിശ്വാസത്തെ വളർത്തി സാമൂഹ്യ തിന്മകളുടെ നിരാകരിക്കുന്നതിന് വേണ്ടിയുള്ള പോർമുഖങ്ങൾക്ക് നല്ല ജീവസ് പകരുന്ന തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടപെടലാണ് പാർട്ടി സമ്മേളനം. ആ നിലയിൽ ബ്രാഞ്ച് മുതൽ പാർട്ടി കോൺഗ്രസ് വരെയുള്ള ഓരോ സമ്മേളനങ്ങളും അതീവ ഗൗരവമേറിയ തൊഴിലാളി വർഗ മുന്നേറ്റത്തിൻ്റെ ചുവടുവെപ്പുകളാണ്. വലിയ പ്രാധാന്യത്തോടു കൂടി വളരെ ഗൗരവപൂർവ്വം നമ്മുടെ പാർട്ടി ഈ സമ്മേളനങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചു കഴിഞ്ഞു. 10,000-കണക്കിന് പാർട്ടി ഘടകങ്ങൾ അതിൻ്റെ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചാണ് നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിൽ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. മറ്റു ചില സംസ്ഥാനങ്ങളിൽ നമ്മൾ സംസ്ഥാന സമ്മേളനം വരെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സമ്മേളനം നടക്കുന്ന സാമൂഹ്യ സാഹചര്യത്തെ വിശകലനം ചെയ്തുകൊണ്ടാണ് നമ്മളെ പാർട്ടി സമ്മേളനങ്ങളെ നമ്മൾ അതിൻ്റെ തുടക്കവും അതിൻ്റെ ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പം നിങ്ങൾക്കെല്ലാം അറിവുള്ളതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര കാലത്തെ ആദ്യകാലത്തെ നെഹ്റൂവിയൻ കാലത്തിൻ്റെ ഇന്ത്യയല്ല. ഇപ്പോൾ നേരത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മഹാപൈതൃകവും അനുഭവമുള്ള ഒരു നേതൃത്വ നിരയാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അവരെക്കുറിച്ചും നമുക്ക് വിമർശനങ്ങളുണ്ടാവും. പക്ഷേ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല അവരുടെ അനുഭവ സമ്പത്തിനെ, അവരുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിനെ, അവരുടെ മഹാത്യാഗങ്ങളെ. ആ നിലയിലുള്ള വലിയ അനുഭവ സമ്പത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര കാലത്ത് ദേശീയ നേതൃത്വമായിട്ട് മാറിയത്. അതുകൊണ്ട് തന്നെ ആ ഭരണം ഒരു പരിധിവരെ ഇന്ത്യ അംഗീകരിച്ച ബൂർഷ്വാ ജനാധിപത്യ മൂല്യങ്ങൾ എന്ന് നാം വിമർശനപരമായി തന്നെ പരിശോധിക്കുന്ന സംവിധാനം ഒരു പരിധിവരെ നല്ല നിലയിൽ നടന്ന ഒരു നാടാണ് നമ്മുടെ. കുറേ അടിസ്ഥാന വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിച്ചു.
കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റമുണ്ട്. ഭക്ഷ്യ സ്വയം പര്യാപ്തത ഒരു 1.5 ദശാബ്ദം കൊണ്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഒരുപാട് സാങ്കേതിക വിദഗ്ധന്മാരെ വിശേഷിച്ച് കാർഷിക ശാസ്ത്രജ്ഞരെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. ഒരു മുന്നേറ്റ സാധ്യതകളുടെ വാതിലുകൾ തുറന്നു വെച്ച ഒരു തുടക്കം ഇന്ത്യക്കുണ്ടായിരുന്നു. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ ഒരു ഭാഗത്തെയാണ് വിമർശിച്ചത്. അത് ഈ മുന്നേറ്റത്തിൻ്റെ നേട്ടങ്ങൾ സാധാരണക്കാരൻ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രമാണിവർഗത്തിന് കിട്ടുന്നു എന്നുള്ള വസ്തുതയാണ് നമ്മൾ വിമർശനപരമായി ചൂണ്ടിക്കാട്ടിയത്.